ഹലോ കാലു, താങ്കൾ ഇങ്ങനെ ഒരുപാട് ഷൂട്ടിംഗ് ഒരു ദിവസം ഇപ്പം 4-5 കണ്ടന്റ് ഒക്കെ ഷൂട്ടിംഗ് ചെയ്യുന്ന 10-15 കണ്ടന്റ് ഞാൻ ഷൂട്ട് ചെയ്തു. അത് എന്താണെന്നറിയോ, നമ്മൾ കണ്ടന്റ് പ്രിപ്പറേഷനും കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റും. ഇപ്പൊ ഒരു അസുഖത്തെ കുറിച്ച് പറയാൻ ഏത് ഡോക്ടർക്കാ പറ്റാത്തത്? ഒരു അസുഖത്തെ കുറിച്ച് ചാറ്റ് GPT നോക്കി പറയാൻ ആർക്കാ പറ്റാത്തത്? നമ്മളൊരു എനർജി ട്രാൻസ്ഫർ ചെയ്യലാ വേണ്ടത്. നമ്മുടെ ഓഡിയൻസിന്, നമ്മൾ കേൾക്കുന്ന ആൾക്ക് നമ്മളിന്നൊരു എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആ എനർജി നമ്മൾ മനുഷ്യന്മാർക്കേ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാണ്ട് അത് മറ്റുള്ളവർക്ക് പറ്റൂല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഹാസ്യാത്മകമായ രീതിയിൽ കുറച്ച് കളിത്തമാശ പറഞ്ഞ് കുറച്ച് പൊട്ടത്തരങ്ങൾ കാണിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ബീച്ചിൽ ഇവിടെ ഇറങ്ങേണ്ടതുണ്ടോ? ബീച്ചിൽ നമ്മൾ ഇറങ്ങേണ്ടതില്ല. ഇവിടെ ഈ ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. താങ്ക് യു. നമുക്കിനിയും സമയം ഇല്ല, എന്നാലും സമയമുണ്ട്. സമയമില്ല എന്നുണ്ട്, സമയം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. സമയമുണ്ട്. നമ്മുടെ നമുക്ക് ടൈം, നമ്മുടെ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ്. അതായത് നമുക്ക്, അതായത് നമ്മുടെ സമയം ഒരു കേക്ക് പോലെ. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഓരോ പീസ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. ഒന്ന് നമ്മുടെ ജോലിക്ക്, ഒന്ന് നമ്മുടെ പ്രൊഫഷന്, ഒന്ന് നമ്മുടെ പാഷന്, പിന്നെ നമ്മുടെ ഫാമിലിക്ക്. ഇനി ഫാമിലിക്ക് കൊടുക്കുന്ന ഇത് ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഈ നേരത്തെ പോകണമെന്ന് പറയുന്നത്. അതിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള ഒരു ടൈം വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. കാരണം നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ടൈം മാനേജ്മെന്റ് പെടും. അത് വളരെ പതുക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചോ. ഷൂട്ട് ചെയ്ത് നീ ശ്രദ്ധിച്ചോ? അപ്പൊ നമ്മൾ കോഫി ഹൗസ് പോയി, അവിടെ നിന്ന് നമ്മൾ ലൈം ടീ കുടിച്ചു. അപ്പൊ ലൈം ടീന്റെ മഹിമകളെ കുറിച്ച് അവിടെ നിന്നാ പറയുന്നത്. ലൈം ടീ നമുക്ക് ഓർഡർ ചെയ്ത് എത്തുന്നതിന് മുമ്പേ നമ്മൾ കണ്ടന്റ് ഫിനിഷ് ചെയ്തു. അത്രയും നമ്മൾ ടൈം വേസ്റ്റ് ആക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് ചൊല്ലുന്നതിന് പകരം നമ്മളൊരു ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അപ്പോഴാണ് കരിങ്ങാലി വെള്ളത്തെ കുറിച്ച് പറയണമെന്ന് ആലോചിച്ചത്. അപ്പൊ ഈ കരിങ്ങാലി വെള്ളം കുടിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നോക്കി അല്ലേ. ഞാൻ വണ്ടിന്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്യാമറയൊക്കെ നോക്കുന്നില്ല. ഞാൻ മുമ്പോട്ട് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. നീ എന്റെ ക്യാമറ ഡ്രൈവിംഗ് ലോസ് ഒക്കെ നമ്മൾ ശരിക്കും പാലിക്കണം. നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് പോകാൻ പാടില്ല. ഓക്കെ, നീ അവിടുന്ന് സംസാരിച്ചോ, നീ അവിടുന്ന് ഷൂട്ട് ചെയ്തോ, എന്നെ നീ അവിടുന്ന് കാണിച്ചാൽ മതി. എന്നെ നേരെ മുഖത്തിന് മുമ്പോട്ടുണ്ടോന്ന് കാണിക്കേണ്ട കാര്യം. മനസ്സിലായില്ലേ? നമ്മൾ നിയമ ലംഘനങ്ങളോ, നമ്മുടെ ജീവിതം അമൂല്യമാണ്, നമ്മുടെ സമയവും അമൂല്യമാണ്. അതൊരിക്കലും നമുക്ക് എന്താക്കാൻ പാടില്ല, നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്നത്തെ നമ്മൾ ഉപയോഗിച്ച സമയമൊക്കെ നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചില്ലേ? തീർച്ചയായും നമുക്കൊരു നഷ്ടബോധമല്ല, നമുക്കൊരു ഫ്രണ്ട്ലി ആയി, നമ്മൾ ഒരു മഴ ആസ്വദിച്ചു. ഇനിയിപ്പോ നാളെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ ചെയ്തു അല്ലേ? മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ. ഓക്കെ സുഹൃത്തുക്കളെ, ബൈ, സീ യു.